പ്രാരംഭ വർഷം ഞാൻ ഓർക്കുന്നില്ല. പ്രവൺ മിഷന്റെ പ്രവർത്തനമായിരുന്നു ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത്. ലൈക്ക് 1920, 25, 30 കാലഘട്ടങ്ങളിൽ കുന്നംകുളത്തു നിന്നും ഒരു ഗ്രൂപ്പ് ആളുകൾ ഇവിടെ പ്രവർത്തിക്കാൻ കടന്നു വന്നു. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി സ്വദേശിയായ ഒരു മനുഷ്യൻ, കാത്തലിക് മനുഷ്യൻ, പൗലോസ് എന്ന തോന്നി വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹം സ്നാനപ്പെട്ടു. എന്നാൽ ഇവിടെയുള്ള ക്രൈസ്തവർ, നമുക്കറിയാം, ഈ കുത്തുപള്ളിയിലെ പള്ളിയാണ് കേരളത്തിലെ ആദ്യത്തെ പള്ളികളൊന്നാണ്. 1600-400 വർഷം പഴക്കമുള്ള പള്ളികളൊന്നാണ്. അങ്കമാലിയെ സംബന്ധിച്ചോളം കേരളത്തിലെ ഏറ്റവും സ്ട്രോങ് ഹോൾഡായ കാത്തലിക് സെൻ്ററാണ് അങ്കമാലി. ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ഇവിടുത്തെ കാത്തലിക്സ് വളരെയധികം എതിർപ്പുണ്ടായി. ബ്രദർ മിഷൻ ആ പ്രവർത്തനത്തോട് എതിരുണ്ടായി. അദ്ദേഹത്തെ വല്ലാതെ ഉപദ്രവിച്ചു. വേദപുസ്തകമില്ല. അവർക്ക് ലഭിച്ച വേദപുസ്തകത്തിൻ്റെ കോപ്പികളെല്ലാം കൂട്ടി ഇവിടെ അടുത്ത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലും, ഈ സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് കൂട്ടിത്തിക്കാനിടയായി. അങ്ങനെ കേരളത്തിൽ എൻ്റെ അറിവിൽ ജോസഫ് മാഷിൻ്റെ വിദ്യ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. എൻ്റെ അറിവിൽ വേദപുസ്തകം കൂട്ടിയിട്ട് കത്തിച്ച സ്ഥലം ഇവിടെ തന്നെയാണ്. അത് ക്രൈസ്തവരാണ് എന്നുകൂടെ ഓർക്കണം. എന്നാൽ ഞാൻ അങ്ങനെ വിലയിരുത്തുമ്പോൾ എവിടെ കൂട്ടിയിട്ട് കത്തിച്ചു അതിൻ്റെ ആ റോഡിന് അപ്പുറവും ഇപ്പുറവും ബൈബിൾ പ്രിന്റിങ്, ബൈബിളും തൊട്ടപ്പുറത്ത് പ്രീമിയർ ബൈബിളും ആ ദൈവികമായ ഒരു ആൻസർ ആയിരുന്നു. അത്തരത്തിൽ ഈ അടുത്ത ലെവലിലേക്ക് ആത്മമണ്ഡലത്തിലേക്ക് നടക്കുന്ന സമയമായി, പരിശുദ്ധാത്മാവിനെ എല്ലാം ഓപ്പൺ ചെയ്യേണ്ട സമയമായി, ഒരു വലിയ കൊയ്ത്തിന്റെ സമയമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാസ്റ്റർ 1 മിനിറ്റ് ഞാൻ എടുക്കുക. കഴിഞ്ഞ ദിവസത്തെ ഒരു കല്യാണ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ആ കല്യാണ ശുശ്രൂഷ പ്രവചിച്ച അവൻ പാസ്റ്റർ ഞാൻ വേദിയിലിരിക്കുമ്പോൾ സാമച്ചൻ പാസ്റ്റർ ഇങ്ങനെ പറയുണ്ടായി, അങ്കമാലി ഒരു വലിയ ഉണർവ് പ്രസംഗിച്ച അദ്ദേഹമാണ്, കല്യാണ ശുശ്രൂഷയിൽ പ്രസംഗിച്ച അദ്ദേഹമാണ്. കല്യാണം നടത്തിയ ഞാനായിരുന്നു. കല്യാണത്തിൽ എടുത്തിരുന്നേ ഈ അരുണിന്റെ കല്യാണ ശുശ്രൂഷ കല്യാണം നടത്തിയത് ഞാൻ പ്രസംഗിച്ച് സാമച്ചൻ പാസ്റ്റർ അങ്കമാലി പട്ടണത്തിൽ നോക്കി പ്രവചിച്ചു പറഞ്ഞു, ഉണർവ് അങ്കമാലിയിൽ പുറപ്പെടുന്നു. 84 കാലഘട്ടത്തിൽ ഈ ദേശത്തോട് സ്റ്റാറ്റോട് നമ്മളാണ്. ഇവിടുത്തെ ഒരു ആലുക്ക എന്ന കുടുംബത്തെ അദ്ദേഹം വിദേശത്ത് പോയി സ്ഥാനപ്പെടുത്തി, 50ഓളം പേരെ സ്ഥാനപ്പെടുത്തി. ഉണർവ് ഇവിടെ ട്യൂവാണ്. കൊതിയാകുന്നുണ്ടെന്ന് കേൾക്കണം. ഇത് ആഗ്രഹിച്ചിരിക്കുന്ന, ഇത് കൊതിയോടെ പ്രാർത്ഥിക്കുന്ന